വന്നു ഒരു മിനിറ്റ്. നാമപ്രചരണാചാര്യം ലോകാനുഗ്രഹകാതരം രാധാകൃഷ്ണപ്രിയം വന്ദേ അഭേദാനന്ദസദ്ഗുരും. മന്ദസ്മിതമുഹാംബോജം മധുരം മൃദുഭാഷിതം അവധൂതവരം വന്ദേ അഭേദാനന്ദസദ്ഗുരും. ഈ യുഗത്തിൻ്റെ ഒരു മഹത്തായ ഒരു പുണ്യത്തിൻ്റെ സമ്പത്താണ് രാധാകൃഷ്ണപ്രിയനായ നാമാവതാര ഗുരുവായ ശ്രീ അഭേദാനന്ദ സദ്ഗുരുനാഥൻ്റെ തിരുവവതാരം. അദ്ദേഹം അവതരിച്ചത് തന്നെ ശ്രീകൃഷ്ണ ഭക്തി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണ രാധയോട് ചേർന്നുള്ള മഹത്തായ ശ്രീ രാധാകൃഷ്ണാഭ്യാ നമഃ എന്നുള്ളൊരു മന്ത്രം ഗുരുനാഥനാണ് നമുക്ക് വേണ്ടി ആവിഷ്കരിച്ചത്. ആ മന്ത്രം ഹരേ രാമയോട് ചേർത്ത് ഇവിടെ ഒരു കോടിയർച്ചന നടക്കുകയുണ്ടായി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ശ്രീ രാധാകൃഷ്ണാഭ്യാം നമഃ ഓം. ഇങ്ങനെ ഒരു മഹാമന്ത്രം നമുക്ക് പ്രദാനം ചെയ്തത് ശ്രീ സദ്ഗുരുനാഥനാണ്. കലിസന്ദ്രനോ ഉപനിഷത്തിനോടൊപ്പം ശ്രീ രാധാകൃഷ്ണ മൂർത്തി അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയാണ്. അത് യുഗളമൂർത്തിയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു ലോകത്തിൻ്റെ മുഴുവൻ ജഗത് പിതാവായ ജഗദ്ഗുരുവായ വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അങ്ങനെയുള്ള കൃഷ്ണനോട് ചേർന്നിരിക്കുന്ന രാധാദേവി, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുള്ള രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളാണ്. രാധയും കൃഷ്ണനും ഒരുമിച്ചിരിക്കുന്ന ആ മൂർത്തിയുടെ മഹത്തായ ഒരു സാന്നിധ്യം ഈ ആശ്രമത്തിൽ മറ്റൊരിടത്തും കാണാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഒരു ഭാവം ഇവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള രാധാകൃഷ്ണ പ്രേമിയായ സദ്ഗുരുനാഥൻ തുടങ്ങി വച്ച അഖണ്ഡ ദീപം, അഖണ്ഡനാമം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് 70 വർഷം തികയുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ ഓർമ്മയിൽ ബ്രഹ്മസ്വരൂപനാം സദ്ഗുരോ അങ്ങയ്ക്കു സർവമദീന മണെങ്കിലും ഞാൻ തൃപ്പാദപത്മത്തിൽ അർപ്പിക്കും വന്ദനം കായ പുഷ്പാഞ്ജലിയായിടട്ടെ. നിഷ്കാമഭക്തിയും സജ്ജന സംഘവും സദ്ഗുരു താവക കാരുണ്യത്താൽ സാധിപ്പാൻ തൃപ്പാദം ധ്യാനിക്കുമെൻ മനം പാദ പുഷ്പാഞ്ജലിയായിടട്ടെ. ഈശ്വര ധ്യാനത്തിൽ ശ്രദ്ധയും വാഞ്ചയും ഈശ്വരനാമത്തിൽ പ്രേമവായ്പും ഉണ്ടാക്കി തന്നൊരൻ സദ്ഗുരു അങ്ങയ്ക്ക് കൂപ്പുകൈയാകട്ടെ പുഷ്പാഞ്ജലി. സദ്ഗുരുനാഥനും ഈശനും ജീവനും ഏകമാം ബ്രഹ്മവും ഒന്നാകയാൽ തൃപ്പാതെ കാണിക്ക വയ്ക്കുന്നനാത്മാവ് പാദ പുഷ്പാഞ്ജലിയായിടട്ടെ. നമ്രശിരസിനാൽ തൃപ്പാദവന്ദനം നിർമ്മലമായെന്നും ചെയ്തിടുവാൻ തൃപ്പാദപൂജനം ചെയ്യുവാനെപ്പോഴും എൻകരം സന്നദ്ധമാക്കിടുവാൻ ചുറ്റും
ചുറ്റും പ്രദക്ഷിണം എന്നും നടത്തുവാൻ ഈ ഉള്ള പാദങ്ങൾ ശക്തമാകാൻ സദ്ഗുരു നിത്യമി ഏഴകെഴുന്നു ഹാ ചിത്തം തെളിഞ്ഞൊന്നു വീക്ഷിക്കണേ പൂർണ്ണമാം ബ്രഹ്മമേ ഭക്താവതാരമേ ദാസൻ തൻ പുഷ്പാഞ്ജലി കാരുണ്യപൂരത്താൽ സ്വീകരിച്ചിടണേ ഭക്തരിൽ ഉത്തമനാക്കിയിടണേ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. ഇന്നിപ്പോൾ കേരളത്തിൽ മുഴുവൻ എവിടെ ഈശ്വരനാമം മുഴങ്ങുന്നുവെങ്കിലും അതിനെ ഇത്രത്തോളം മഹത്തരമാക്കി കൊണ്ടുവന്നത് ശ്രീ അഭേദാനന്ദ സ്വാമി തിരുവടിയിലാണ്. അതിലും വിശേഷിച്ച് ഭജനയ്ക്കൊരു സമ്പ്രദായം കൊണ്ടുവന്നതും അഭേദാനന്ദ സ്വാമി തിരുവടിയിലാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ പ്രണമിക്കുന്നു.